Hi, my dears. Good morning. Again, we are in our next politics. Then, before the exam, we completed three chapters from politics, power sharing, federalism, and political parties. Then, this chapter 2, we need to complete from politics. That is, from your 89th page, outcomes of democracy. Outcomes of democracy. Okay. So, what about the outcomes of democracy? Listen to the overview. As we begin to wind up our tour of democracy, it is time to move beyond our discussion of specific themes and ask a general set of questions. What does democracy do? Or what outcomes can we reasonably expect of democracy? Also, does democracy fulfill these expectations in real life? We begin by thinking about how to assess the outcomes of democracy. After some clarity on how to think on this subject, we proceed to look at the expected and actual outcomes of democracy in various respectively. Quality of government, economic well-being, inequality, social differences, and conflict, and finally freedom and dignity. Our final verdict, positive but qualified, leads us to think about the challenges to democracy in the next and final chapter. What is saying? What we will study from this chapter as we begin to wind up our tour of democracy. We started tour with the democracy from 9th standard. We need to wind up this tour with the democracy in this year from this chapter. As we begin to wind up our tour of democracy, it is time to move beyond our discussion. We need to discuss about the specific themes and ask a general set of questions. Which are the questions? What does democracy do? Or what outcomes can we reasonably expect of democracy? എന്തെല്ലാം കാര്യങ്ങൾ we can expect from democracy? Also, does democracy fulfill these expectations in real life? നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന കാര്യങ്ങളിൽ റിയൽ ലൈഫിൽ ഇത് ഫുൾഫിൽ ചെയ്യുന്നുണ്ടോ? We begin by thinking about how to access the outcomes of democracy. അല്ലേ, ഇതിനുശേഷം ഡെമോക്രസിയുടെ ഔട്ട്കംസ് നമ്മൾ എങ്ങനെ ആക്സസ് ചെയ്യും, അല്ലെ, അല്ലെങ്കിൽ എങ്ങനെ നമ്മൾ മനസ്സിലാക്കും, എങ്ങനെ നമ്മൾ അളക്കും എന്നുള്ളതും വി വിൽ ഡിസ്കസ്. ആഫ്റ്റർ സം ക്ലാരിറ്റി, അല്ലെ, അതിനെക്കുറിച്ച് കുറച്ചൊരു ക്ലാരിഫൈ ചെയ്താൽ ഹൗ ടു തിങ്ക് ഓൺ ദ സബ്ജക്റ്റ്, വി പ്രൊസീഡ് ടു ലുക്ക് അറ്റ് ദ എക്സ്പെക്റ്റഡ് ആൻഡ് ആക്ച്വൽ ഔട്ട്കംസ് ഓഫ് ഡെമോക്രസി. അല്ലെ, അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യും, ഇതുവരെ നമ്മൾക്ക് വേൾഡിൽ കിട്ടിയിട്ടുള്ള ആക്ച്വൽ ഔട്ട്കം എന്താണ് ഡെമോക്രസിയുടെ വേരിയസ് റെസ്പെക്റ്റിൽ. ഫോർ എക്സാമ്പിൾ, ക്വാളിറ്റി ഓഫ് ഗവൺമെൻറ് ക്വാളിറ്റി ഉള്ളതാണോ, എക്കണോമിക് വെൽബീങ് ഉണ്ടോ ഇല്ല, ഇനീക്വാളിറ്റിയുടെ കാര്യത്തിൽ എങ്ങനെയാണ്, സോഷ്യൽ ഡിഫറൻസസ് എങ്ങനെയാണ്, കോൺഫ്ലിക്റ്റ് എങ്ങനെയാണ്, ആൻഡ് ഫൈനലി ഫ്രീഡം ആൻഡ് ഡിഗ്നിറ്റി. ഇതെല്ലാം നമ്മൾ ഡെമോക്രസിയുമായിട്ട് കണക്ട് ചെയ്ത് നോക്കും. ഇത്രയും കാര്യങ്ങൾ ഡെമോക്രസിയിൽ നമ്മൾക്ക് കിട്ടുന്ന എക്സ്പെക്റ്റേഷൻ എന്താണ്, അല്ലെങ്കിൽ ഔട്ട്കം എന്താണെന്ന് വി വിൽ ഡിസ്കസ്. ഓക്കെ, അവർ ഫൈനൽ വേർഡിക്റ്റ്, അല്ലേ, വേർഡിക്റ്റ് മീൻസ് ഒപ്പീനിയൻ, അല്ലേ, നമ്മുടെ ഫൈനൽ ഒപ്പീനിയൻ പോസിറ്റീവ് ആണ് ബട്ട് ക്വാളിഫൈഡ് ആണ്. അത് ലീഡ്സ് ടു തിങ്ക് അബൌട്ട് ദ ചാലഞ്ചസ് ടു ഡെമോക്രസി ഇൻ ദ ഫൈനൽ ചാപ്റ്റർ. ഡെമോക്രസിയുടെ ഫൈനൽ ചാപ്റ്ററിൽ എന്താണ് ചലഞ്ചസ് ടു ഡെമോക്രസി, എന്തെല്ലാം ചലഞ്ചസ് ആണ് ഫേസ് ചെയ്യുന്നത്. Fortunately, we need to study that chapter in this year. Okay, so we can start that chapter from your 19th page. How do we assess democracy's outcome? എങ്ങനെയാണ് നമ്മൾ ഡെമോക്രസിയിൽ നിന്ന് കിട്ടുന്ന ഔട്ട്കം അസസ് ചെയ്യുന്നത്, കൗണ്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ നമ്മൾ മനസ്സിലാക്കുന്നത് എന്നുള്ളതൊക്കെയാണ് ഇവിടെ പറയുന്നത്. ഹൗ ഡു വി അസസ്, നമ്മൾ എങ്ങനെ മനസ്സിലാക്കും, നമ്മളെങ്ങനെ കളക്ട് ചെയ്യും, അല്ലെങ്കിൽ നമ്മളെങ്ങനെ കൗണ്ട് ചെയ്യും ഡെമോക്രസീസ് ഔട്ട്കം, നമ്മൾക്ക് ഡെമോക്രസിയിൽ നിന്ന് എന്താണ്, എങ്ങനെയാണ് കിട്ടുന്നത് എന്നുള്ളത്. ഡു യു റിമെമ്പർ ഹൗ സ്റ്റുഡൻസ് ഇൻ മാഡം
ലിങ്കോട്സ് ക്ലാസ് ആർഗ്യൂഡ് അബൌട്ട് ഡെമോക്രസി. 9th നിങ്ങൾ പഠിച്ചതാണ്. മാഡം ലിങ്ഡോസ് അല്ലേ, അതാണ് തോന്നുന്നു എൻ്റെ പ്രൊണൗൺസിയേഷൻ. ആർഗ്യൂഡ് അബൌട്ട് ഡെമോക്രസി. അവർ ഡെമോക്രസിയെ കുറിച്ച് ആർഗ്യൂ ചെയ്യുന്നത് നിങ്ങൾ ഡു യു റിമെമ്പർ? ദിസ് വാസ് ഇൻ ചാപ്റ്റർ 2 ഓഫ് ക്ലാസ് 9th textbook. It emerged from that conversation that democracy is a better form of government when compared with a dictatorship or any other alternative. It emerged from that. അവരുടെ ആ ഒരു ചാപ്റ്ററിൽ നിന്ന് we will study. It emerged from that conversation that democracy, ആ ഡെമോക്രസി ആയിട്ടുള്ള ആ ഒരു ഡിസ്കഷനിലെ ഇറ്റ് ഈസ് ബെറ്റർ അല്ലേ, നമ്മൾക്ക് മനസ്സിലായി എന്ത്, ബെറ്റർ ഫോം ഓഫ് ഗവൺമെൻറ്. ഡെമോക്രസി ഈസ് എ ബെറ്റർ ഫോം ഓഫ് ഗവൺമെൻറ് വെൻ കമ്പയർഡ് വിത്ത് ഡിക്റ്റേറ്റർഷിപ്പ് ഓർ എനി അതർ ഓൾട്ടർനേറ്റീവ്. അല്ലെ, മൊണാർക്കി, ഡിക്റ്റേറ്റർഷിപ്പ്, എന്തെങ്കിലും ഓൾട്ടർനേറ്റീവ് ഉണ്ടോ അതൊക്കെ ആയിട്ട് കൺസിഡർ ചെയ്യുമ്പോൾ, കമ്പയർ ചെയ്യുമ്പോൾ we conclude that democracy is a better form of government. That we studied from 9th second chapter. Okay, we felt that democracy was better because അല്ലെ, എന്തെല്ലാം ഡെമോക്രസി ബെറ്റർ ആണ് കാരണം എന്ന് പറയുന്ന ഈ താഴെ പറയുന്ന പോയിന്റ്സ് ആണ്. വിച്ച് ആർ ദ പ്രൊമോട്ട്സ് ഈക്വാലിറ്റി എമംഗ് സിറ്റിസൺസ്. ഡെമോക്രസിയിൽ മാത്രമേ ഉള്ളൂ ആളുകൾക്കിടയിൽ ഈക്വാലിറ്റി പ്രൊമോട്ട് ചെയ്യുന്നത്. എൻഹാൻസസ് ദ ഡിഗ്നിറ്റി ഓഫ് ദ ഇൻഡിവിജ്വൽ. ഡെമോക്രസിയിൽ മാത്രമേ ഉള്ളൂ എല്ലാ ഇൻഡിവിജ്വൽസിൻ്റെയും ഡിഗ്നിറ്റി കാത്തു സൂക്ഷിക്കുന്നത്. ഡിഗ്നിറ്റി മീൻസ് മാന്യത. ഓക്കെ, ഇംപ്രൂവ് ദ ക്വാളിറ്റി ഓഫ് ഡിസിഷൻ മേക്കിംഗ്. ഡെമോക്രാറ്റിക് ഗവൺമെൻറ്റിൽ മാത്രമേ നല്ല തീരുമാനങ്ങളിലും അല്ലെങ്കിൽ നല്ല റൂൾ മേക്കിംഗ് സംവിധാനങ്ങളുള്ളൂ, അല്ലെങ്കിൽ നിയമം ഉണ്ടാക്കുന്നതിന് നല്ലൊരു ഡിസിഷൻ മേക്കിംഗ് ആണ് എവിടെയുള്ളത്, ഡെമോക്രസിയിലുള്ളത്. ദാറ്റ് ഈസ് ഇംപ്രൂവ് ദ ക്വാളിറ്റി ഓഫ് ഡിസിഷൻ മേക്കിംഗ്. The next, provides a method to resolve conflict. ഡെമോക്രസിയിൽ മാത്രമാണ് കോൺഫ്ലിക്റ്റ് എല്ലാം റിസോൾവ് ചെയ്യുന്നതിനുള്ള മെത്തേഡ് പ്രൊവൈഡ് ചെയ്യുന്നത്. അല്ലെ, പ്രോബ്ലംസ് സോൾവ് ചെയ്യുന്നതിനുള്ള മെത്തേഡ് കൊടുക്കുന്നത് എവിടെ മാത്രമേ ഉള്ളൂ, ഡെമോക്രസിയിൽ മാത്രമേ ഉള്ളൂ. ഡെമോക്രസി പ്രൊവൈഡ്സ് എ മെത്തേഡ് ടു റിസോൾവ് കോൺഫ്ലിക്റ്റ്. The next, allows room to correct mistake. മാത്രമല്ല അല്ലെ, ഡെമോക്രസിയിലുള്ള റൂളേഴ്സ് എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നാൽ ആ മിസ്റ്റേക്ക് തിരുത്താനുള്ളൊരു വേസ് കൂടി ഉണ്ട് ഡെമോക്രസിയിൽ. അലോ റൂം ടു കറക്റ്റ് മിസ്റ്റേക്ക്, ദാറ്റ് ഈസ് സെയിങ് ഇൻ ദാറ്റ് പോയിന്റ് അല്ലേ. സോ വി ക്യാൻ സേ ഡെമോക്രസി ഈസ് എ ബെറ്റർ ഫോം ഓഫ് ഗവൺമെന്റ് ബിക്കോസ് വിച്ച് ആർ ദ റീസൺസ്? പ്രൊമോട്ട് ഈക്വാലിറ്റി എമംഗ് സിറ്റിസൺസ്, എൻഹാൻസസ് ദ ഡിഗ്നിറ്റി ഓഫ് ദ ഇൻഡിവിജ്വൽസ്, improves the quality of decision making, provide a method to resolve conflict, allows room to correct mistakes. Okay, the next paragraph, are these expectations realized under democracies? When we talk to people around us, most of them support democracy against other alternatives such as rule by monarch or military or religious leaders, but not so many of them would be satisfied with the democracy in practice. So we face a dilemma. Democracy is seen to be good in principle but felt to be not so good in its practice. This dilemma invites us to think hard about outcomes of democracies. Do we prefer democracy only for moral reasons, or are there some prudential reason to support democracy too? What is saying in that paragraph? Are these expectations realized under democracies? നമ്മൾ കുറച്ച് പോയിന്റ്സ് പറഞ്ഞു, ആ പോയിന്റ്സിലെല്ലാം ഫുൾഫിൽ ചെയ്യുന്നത് ഡെമോക്രസിയിൽ നിന്നാണ്. അതുകൊണ്ടാണ് ഡെമോക്രസി ഈസ് എ ബെറ്റർ ഫോം ഓഫ് ഗവൺമെന്റ് എന്ന് പറയുന്നതെന്ന് പറഞ്ഞു. ഈ പോയിന്റ്സ് അല്ലെ, ഈ പോയിന്റ്സിലുള്ള കാര്യങ്ങളെല്ലാം നമ്മൾക്ക് ഡെമോക്രസിയുടെ അണ്ടറിൽ റിയലൈസ് ചെയ്യാൻ പറ്റുന്നുണ്ടോ, അല്ലെങ്കിൽ നമ്മൾക്ക് ഫുൾഫിൽ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഓൾ ദീസ് എക്സ്പെക്ടേഷൻസ്, ഈ എക്സ്പെക്ടേഷൻസ് എല്ലാം റിയലൈസ് ചെയ്യാൻ പറ്റുന്നുണ്ടോ, അല്ലെങ്കിൽ ഫൈൻഡ് ചെയ്യാൻ പറ്റുന്നുണ്ടോ, അല്ലെങ്കിൽ കൊണ്ടുവരാൻ പറ്റുന്നുണ്ടോ അണ്ടർ ഡെമോക്രസീസ്? വെൻ വി ടോക്ക് ടു പീപ്പിൾ അറൗണ്ട് അസ്, അല്ലെ, നമ്മുടെ ചുറ്റുപാടുള്ള ആളുകളുമായിട്ട് നമ്മൾ സംസാരിക്കുമ്പോൾ മോസ്റ്റ് ഓഫ് ദം സപ്പോർട്ട് ഡെമോക്രസി എഗെയിൻസ്റ്റ് അതർ ഓൾട്ടർനേറ്റീവ്സ്, അല്ലെ. എന്നാൽ ഡെമോക്രസിയുടെ അതർ ഓൾട്ടർനേറ്റീവ്സ് ആയിട്ടുള്ള എന്തൊക്കെയാണ്? റൂൾ ബൈ എ മൊണാർക്ക്, അല്ലെ, ഒരു രാജാവ് ഭരിക്കുക,
ഓർ മിലിറ്ററി അല്ലെങ്കിൽ ഒരു ഡിക്റ്റേറ്റർഷിപ്പ് അല്ലെങ്കിൽ ഒരു റിലീജിയസ് ലീഡർ അല്ലെ, പോപ്പ് ഭരണമൊക്കെ ഉണ്ടായിരുന്നു പണ്ട് കാലത്ത് പല രാജ്യങ്ങളിലും അല്ലെ. അപ്പൊ അത്തരത്തിലുള്ള റിലീജിയസ് ലീഡേഴ്സ് റൂൾ ചെയ്യുന്നതെല്ലാം നോക്കുമ്പോൾ എന്താണ്, പീപ്പിൾ ഓൾ അറൗണ്ട് us, most of them support democracy. Okay. But not so many of them would be satisfied with the democracy in practice. ഡെമോക്രസി ഇഷ്ടപ്പെടുന്നു മറ്റുള്ളതിനേക്കാളും, ബട്ട് ഡെമോക്രസി ആയിട്ട് എന്താണ്, നോട്ട് സോ മെനി ഓഫ് ദം വുഡ് ബി സാറ്റിസ്ഫൈഡ്, എല്ലാം ഫുൾ ഓഫ് സാറ്റിസ്ഫൈഡ് അല്ലതാണ് വിത്ത് ഡെമോക്രസി. ഓക്കെ, സോ വി ഫേസ് എ ഡയലമ അല്ലെ. ഡയലമ മീൻസ് ഒരു കൺഫ്യൂഷനിൽ നമ്മൾ എത്തുന്നു അല്ലെ, മെന്റൽ ഡിഫിക്കൽറ്റി ആയിട്ടുള്ള ഒരു മെന്റലി നമ്മൾ കൺഫ്യൂസ്ഡ് ആവുന്നു, ദാറ്റ് ഈസ് ഡയലമ അല്ലെ. സോ വി ഫേസ് എ ഡയലമ. ഡെമോക്രസി ഈസ് സീൻ ടു ബി ഗുഡ് ഇൻ പ്രിൻസിപ്പിൾ. ഡെമോക്രസിയുടെ പ്രിൻസിപ്പിൾസിലെല്ലാം അത് ഗുഡാണ്, ബട്ട് ഫെൽ ടു ബി നോട്ട് സോ ഗുഡ് ഇൻ ഇറ്റ്സ് പ്രാക്ടീസ്. എന്നാൽ അതിൻ്റെ പ്രാക്ടീസ് നോക്കുമ്പോൾ, അതിൻ്റെ പ്രവർത്തനങ്ങൾ നോക്കുമ്പോൾ ദാറ്റ് ഈസ് നോട്ട് സോ ഗുഡ് എന്നാണ് പറയുന്നത്. ദിസ് ഡയലമ ഇൻവൈറ്റ്സ് അസ് ടു തിങ്ക് ഹാർഡ് അബൌട്ട് ദ ഔട്ട്കംസ് ഓഫ് ഡെമോക്രസി. ഈ ഒരു ഡയലമയിൽ നിന്ന് ഇത് ശരിയാണോ, ഇതിൻ്റെ പ്രാക്ടീസസ് നോട്ട് സോ ഗുഡ് ബട്ട് ഇൻ പ്രിൻസിപ്പിൾസ് ഗുഡാണ് അല്ലേ. അപ്പോൾ ഇങ്ങനെയെല്ലാം ഉള്ള ഒരു ഡയലമയിൽ നിന്ന് നമ്മൾ ഷുവറായിട്ട് നമ്മൾ എന്ത് ചിന്തിക്കും, വാട്ട് ആർ ദ ഔട്ട്കംസ് ഓഫ് ഡെമോക്രസി. ഡെമോക്രസിയിൽ കൊണ്ട് നമ്മൾക്ക് എന്തെല്ലാം നേടി ഇൻ ദ വേൾഡ്, വി വിൽ തിങ്ക് അബൌട്ട് ദാറ്റ്. ഡു വി പ്രിഫർ ഡെമോക്രസി ഓൺലി ഫോർ മോറൽ റീസൺസ് അല്ലേ. ഡെമോക്രസി ഈസ് എ ബെറ്റർ ഫോം ഓഫ് ഗവൺമെൻറ്, ഇറ്റ് ഈസ് പീപ്പിൾസ് ഓൺ ഗവൺമെൻറ്, ഇറ്റ് ഗീവ് മോർ ഫ്രീഡം ടു പീപ്പിൾ. ഇതെല്ലാം മോറൽ റീസൺ ആണ് ഫോർ ലൈക്ക് ഡെമോക്രസി അല്ലേ. ഡെമോക്രസി ഇഷ്ടപ്പെടാനുള്ള മോറൽ റീസൺസ് ആണ് ഇതെല്ലാം. അതിൻ്റെ പ്രിൻസിപ്പിൾസ് എല്ലാം നല്ല പ്രിൻസിപ്പിളാണ്, ജനങ്ങൾക്ക് കൂടുതൽ ഫ്രീഡം കൊടുക്കുന്നു അല്ലേ. സോ ഹിയർ ക്വസ്റ്റ്യൻ, ഡു വി പ്രിഫർ ഡെമോക്രസി ഓൺലി ഫോർ മോറൽ റീസൺസ് അല്ലേ. മോറൽ ആയിട്ടുള്ള റീസൺ എന്ന് പറയുന്നത് വാല്യൂസിലുള്ള റീസൺ കൊണ്ടാണ്, നല്ല റീസൺ കൊണ്ടാണോ വി ആർ ലൈക്ക് ഡെമോക്രസി, അല്ലെങ്കിലോ ഓർ ആർ ദർ സം പ്രൂഡൻഷ്യൽ റീസൺ ടു സപ്പോർട്ട് ഡെമോക്രസി ടു. ഡെമോക്രസിയെ സപ്പോർട്ട് ചെയ്യാൻ പ്രൂഡൻഷ്യൽ റീസണും ഉണ്ടോ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. പ്രൂഡൻഷ്യൽ എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചതാണ് അല്ലേ, കെയർഫുൾ കാൽക്കുലേഷൻ, നന്നായിട്ട് കാൽക്കുലേഷൻ നടത്തിയിട്ട് ഗുണമാണോ കൂടുതൽ, നേട്ടമാണോ കൂടുതൽ, ഗുണമാണോ കൂടുതൽ അല്ലെങ്കിൽ ഫോൾട്ടാണോ കൂടുതൽ നോക്കുന്നതാണ് പ്രൂഡൻഷ്യൽ റീസൺ അല്ലേ. പ്രൂഡൻഷ്യൽ റീസൺ കാരണം കൊണ്ടുമാണോ വി ആർ ലൈക്ക് അല്ലെങ്കിൽ നമ്മൾ ഡെമോക്രസിയെ സപ്പോർട്ട് ചെയ്യുന്നത് എന്നുള്ളതാണ് പാരഗ്രാഫ് ചോദിക്കുന്നത്. Okay, what is saying in that paragraph? Are these expectations realized under democracies? When we talk to people around us, most of them support democracy against other alternatives such as rule by a monarch or military or religious leaders. But not so many of them would be satisfied with the democracy in practice. So we face a dilemma. Democracy is seen to be good in principles but felt to be not so good in its practice. This dilemma invites us to think hard about the outcomes of democracy. Do we prefer democracy only for moral reasons, or are there some prudential reasons to support democracy too? Okay, then next paragraph. Over 100 countries of the world today claim and practice some kind of democratic politics. They have formal constitution, they hold elections, they have parties, and they guarantee rights to citizens. While these features are common to most of them, these democracies are very much different from each other in terms of their social situations, their economic achievements and their cultures. Clearly, what will be achieved or not achieved under of each of these democracies will be very different. But is there something that we can expect from every democracy just because it is a democracy? So we need to explain some more about that paragraph that we can explain in the next class. So simple chapter ആണ്. Maybe you have some confusions, no need it. Listen carefully and read minimum 5 times, and if you need write there in Malayalam meanings when I am taking class, you can write there, and
ട്രൈ ടു സ്റ്റഡി വെൽ. ഓക്കെ, കുറച്ച് കൺഫ്യൂഷൻ തോന്നും, എല്ലാതും ഒരുപോലെ തോന്നും, ബട്ട് ശ്രദ്ധിച്ചിരിക്കുക, നന്നായിട്ട് വായിക്കുക, അങ്ങനെയാണെങ്കിൽ ക്ലിയർ ആവും. ഓക്കെ, അപ്പോൾ വീഡിയോയുടെ മുമ്പിൽ നിന്നിട്ട് എവിടെയെങ്കിലും മനസ്സിലായാലും പിന്നെ ക്യാച്ച് ചെയ്യാൻ പറ്റില്ല, നന്നായിട്ട് ശ്രദ്ധിക്കുക. ആഫ്റ്റർ ദ ക്ലാസ് യു ഷുഡ് റീഡ് മിനിമം 5 times. Okay, balance we can study in the next class. Thank you.